അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഇസ്ലാമിക് ടിപ്സ് പറഞ്ഞു തരാം. നമ്മുടെ ജീവിതത്തിൽ അറബി മാസത്തിൽ ലാസ്റ്റത്തെ മാസമാണ് ഈ ഒരു ദുൽഹിജ്ജ എന്ന് പറയുന്ന മാസം. ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ അമലുകളും ഒരുമിച്ച് കൂടുന്ന ഒരു മാസമാണിത്. നമുക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു മാസത്തിൽ നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ഈ ഒരു മാസം എന്ന് വെച്ചാൽ നമ്മുടെ ഹജ്ജിൻ്റെ കർമ്മം, ഉംറയുടെ കർമ്മം, അതുപോലെ ദിക്റുകൾ, സലാത്തുകൾ, ഖുർആൻ പാരായണങ്ങൾ ഇതൊക്കെ അധികരിപ്പിക്കുന്ന ഒരു മാസമാണ്. റമദാനിലുള്ള ലാസ്റ്റത്തെ 10 പോലെ തന്നെയുള്ള ഒരു മാസമാണ് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം. ഈ ഒരു മാസത്തിൽ എല്ലാവരും നോമ്പും നയക്കും. റമദാനിൽ ഉള്ള പോലെ തന്നെയാണ്, അത്രക്ക് പുണ്യമുള്ള മാസമാണ് എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ആരും തന്നെ എല്ലാം തികഞ്ഞവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും എന്തെങ്കിലും ആഗ്രഹം സാധിപ്പിച്ചെടുക്കാനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാസത്തെ നമ്മൾ ബഹുമാനിക്കുക, അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുക. ഈ ഒരു മാസത്തിൽ നമ്മൾ ഒരുപാട് പ്രത്യേകമായിട്ട് ഓതേണ്ട ഖുർആനുകളും സൂറത്തുകളും ദിക്റുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവരും പാരായണം ചെയ്യുക. കുറച്ച് സൂറത്തുകൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ദുൽഹിജ്ജ മാസത്തിലുള്ള ആദ്യത്തെ 10 ദിവസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട സൂറത്തുകളാണ് വൽ ഫജർ വലയാലിൻ അഷർ എന്ന് പറയുന്ന സൂറത്ത്. ഈ ഒരു സൂറത്ത് നമ്മൾ ഈ ഒരു 10 ദിവസത്തിൽ ധാരാളം അധികരിപ്പിച്ചാൽ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരുമെന്ന് കിതാബിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ഒരു സൂറത്ത് പതിവാക്കിയാൽ നമ്മുടെ കൂടെ ഈ ഒരു സൂറത്ത് മഹ്ശറയിൽ നാളെ ഒരു പ്രകാശമായിട്ട് നമുക്കൊരു വെളിച്ചം തരും. ശേഷം നമ്മൾ അധികരിപ്പിക്കേണ്ട സൂറത്താണ് യാസീൻ. യാസീന് നമ്മൾ നല്ല രീതിയിൽ പാരായണം ചെയ്യുക, തെറ്റൊന്നുമില്ലാതെ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു മാസത്തെ മുൻനിർത്തി യാസീനൊക്കെ ഓതി നേർച്ച വെച്ച് ഓതിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരും. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ യാസീന് പാരായണം ചെയ്യണം. പിന്നെ നമ്മൾ പാരായണം ചെയ്യേണ്ട ഈ ഒരു മാസം നമ്മൾ അധികരിപ്പിക്കേണ്ട സൂറത്താണ് ഇഖ്ലാസ് സൂറത്ത്. ഇഖ്ലാസ് സൂറത്ത് നമുക്ക് ഒരു ദിവസം 100 എങ്കിൽ 200 നമുക്ക് പാരായണം ചെയ്യാൻ കഴിയണം. ആദ്യത്തെ 10 ദിവസം 200 221 പാരായണം ചെയ്യാൻ കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലതാണ്. ഇഖ്ലാസ് സൂറത്ത് നമ്മൾ പാരായണം ചെയ്ത് നമ്മുടെ എന്താവശ്യവും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു നടത്തി തരും. ഇഖ്ലാസ് സൂറത്ത് ഒരുപാട് നല്ല സൂറത്താണ്. എല്ലാവരും ആ ഒരു സൂറത്തിനെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. അതുപോലെ നമ്മൾ പാരായണം ചെയ്യേണ്ട വേറൊരു സൂറത്താണ് ഹജ്ജ് സൂറത്ത്. നമ്മൾ പാരായണം ചെയ്യണം. നമുക്ക് എല്ലാ സൂറത്തുകളും പാരായണം ചെയ്യാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നല്ല മനസ്സിൻ്റെ ഉടമയാക്കി തരട്ടെ അള്ളാഹു നമ്മളെ. ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ പടച്ച റബ്ബിനോട് മാക്സിമം നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരാനും നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കാനും വേണ്ടി ദുആ ചെയ്യണം. ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തും തരട്ടെ. ഇതുപോലെയുള്ള ഇസ്ലാമിക് ടിപ്സുകൾ ഇഷ്ടമാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ.